ആരെ ബർത്ത്ഡേ അപ്പൊ ഇന്ന് കഴിച്ചേ? ഹായ് ഗൈസ്, നമ്മൾ ഈ തുള്ളി തുള്ളി പോണത് എങ്ങോട്ടാന്നറിയോ? നമ്മളെ സുലുമോളെ കാണാൻ. കഴിഞ്ഞ വട്ടം പോയി മൈലാഞ്ചൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോൾ ആള് നല്ല കരച്ചിലേനി. അടുത്ത് തന്നെ ഒരു ദിവസം വരുന്നു പറഞ്ഞിട്ടേനി അവിടുന്ന് ഇറങ്ങിയത്. കരഞ്ഞപ്പോൾ അടുത്ത തവണ വരുമ്പോൾ മാലമുത്തും പേനയും കളറൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടേനി ഇറങ്ങിയത്. വലിയ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ. ഈ മാലമുത്തൊക്കെ തുറന്ന് കാണുമ്പോൾ എന്താ വലിയ നിധി കിട്ടിയ സന്തോഷമാണ് അവളെ മനസ്സിലുണ്ടാവുക. എന്റെ പേരിട്ടോ എന്താ ഇതിന്? എന്താണ് എന്റെ പേര്? എന്താ? സുലൈഖ. എഴുതി നോക്കി. അടിപൊളി, മാഷാഅല്ലാഹ്. പണ്ട് സുലുമോള് കുറച്ച് കാലം പഠിക്കാൻ പോയിനി. അപ്പം പഠിച്ചാണ് കേട്ടോ ഈ പേരെഴുതാനൊക്കെ. നമ്മളെപ്രാവശ്യത്തെ വരവിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ. വേറെ ആൾക്കാരെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നത് കാണുമ്പോൾ നമ്മളെ സുലുമോൾക്കും കേക്ക് മുറിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കൊണ്ടാണ് നമ്മുടെ വരവ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. സുലു ശാലു ആണ്. ഇഷ്ടമായോ കേക്ക്? ആരെ ബർത്ത്ഡേ അപ്പൊ ഇന്ന് കഴിച്ചേ? എന്റെ ബർത്ത്ഡേ എന്താ? ഇഷ്ടായോ? എന്നിട്ട് അതെന്നാ ക്രീം ഏറ്റവും ഇഷ്ടായേ? കേക്കിലത്തെ ക്രീമാണ് കേട്ടോ സുലുമോക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് കഴിഞ്ഞ്. സുലുമോൾക്ക് എപ്പോഴും കൂടെ ആൾക്കാർ വേണം, വർത്താനം പറയാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ. വേറെ എന്ത് ഗിഫ്റ്റിനേക്കാളും വലിയത് നമ്മൾ ഇവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്തിനാണ്. ഇവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ഹാപ്പിനെസ് വരും. ശരി എന്നാ, പിന്നെ കാണാം.